കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് കേരളത്തിലെ ദുരന്തങ്ങളും, പ്രത്യേകിച്ച് പ്രളയം, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഇവയെ സംബന്ധിക്കുന്ന വളരെ കൃത്യമായ ചില വിഷയങ്ങൾ കേരളത്തെ തലവേദനയാക്കുന്നുണ്ട്. 2018 വെള്ളപ്പൊക്കം, പ്രളയം വന്നപ്പോഴാണ് അതിനെ തുടർന്ന് നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഡച്ച് അല്ലെങ്കിൽ നെതർലാൻഡ്സിലുള്ള ഇന്ത്യൻ അംബാസഡറായ രാജാമണി IFS, ഇന്ത്യൻ ഫോറിൻ സർവീസിലെ രാജാമണി, അദ്ദേഹം പിന്നീട് പിണറായി വിജയൻ്റെ ഉപദേഷ്ടാവായി ഡൽഹിയിലൊക്കെ ജോലി ചെയ്തു. അദ്ദേഹം റൂം ഫോർ റിവർ, നദികൾക്കൊരു മുറി എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഹോളണ്ടിൽ അല്ലെങ്കിൽ നെതർലാൻഡ്സിൽ ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് കാണാൻ എന്ന് പറഞ്ഞ് ഇവിടെ നിന്നൊരു സംഘം, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോയി. അവർ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം മദ്രാസ് IITക്ക് ഒരു പഠനത്തിന് ബഡ്ജറ്റിൽ 5 കോടി രൂപ വെച്ചു. അതിൽ 2 കോടിയോ മറ്റോ കൊടുത്തൊരു പഠനം നടത്തി. ശരിക്കു പറഞ്ഞാൽ ഒരു സാഹചര്യത്തിലും കേരളത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പദ്ധതി ആയിരുന്നു റൂം ഫോർ റിവർ. ഞാൻ അന്നും അത് പറയുന്ന ആളാണ്, ഇന്നും പറയുന്ന ആളാണ്. പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ചില ആളുകൾ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ റൂം ഫോർ റിവർ പ്രാക്ടിക്കൽ അല്ല? ഒന്ന്, ഹോളണ്ട് എന്ന് പറയുന്ന സമുദ്രനിരപ്പിനോട് ചേർന്നോ താഴ്ന്നോ കിടക്കുന്ന വളരെ പ്ലെയിൻ ലാൻഡായിട്ടുള്ള സ്ഥലത്തെ പോലല്ല കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം. അതാണ് ഒന്നാമത്തെ വിഷയം. 2, വിശാലമായ കാർഷിക നിലങ്ങളും ഫ്ലഡ് പ്രദേശങ്ങളുമൊക്കെ ഉള്ള, ആൾതാമസമില്ലാത്ത സ്ഥലത്ത് അവർ ചെയ്തിരിക്കുന്ന പോലുള്ള റൂം ഫോർ റിവർ പദ്ധതി കേരളത്തിൽ പ്രായോഗികമല്ല. സെറ്റിൽമെൻറ്റ് പാറ്റേൺ വെച്ച് പ്രായോഗികമല്ല. ഒന്ന്, ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ കൊണ്ട് പ്രായോഗികമല്ല, സെറ്റിൽമെൻറ്റ് പാറ്റേൺ കൊണ്ട് പ്രായോഗികമല്ല. അവിടെ ആളുകൾ താമസിക്കുന്നത് ഒരു സ്ഥലത്താണ്, ഇത് വേറെ സ്ഥലത്താണ്. മൂന്നാമത്, ഹൈഡ്രോളജിക്കലി ഭൂഗർഭജലശാസ്ത്രമനുസരിച്ചും ഇത് പ്രായോഗികമല്ല. കേരളത്തിൽ ഓരോന്നായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഭൗമശാസ്ത്രപരമായ കാര്യങ്ങൾ. കേരളത്തിലെ 41 നദികളും, 44 അങ്ങനെ തന്നെയാണ്, പക്ഷേ 41 പടിഞ്ഞാറോട്ട് വരുന്നുള്ളൂ. ബാക്കി 3 കിഴക്കോട്ട് പോകുന്നതാണ്. അപ്പുറത്ത് മലനിരകൾ തമിഴ്നാട് വഴി പോയിട്ട് ആണ് അറബിക്കടലിലേക്ക് പോകുന്നത്. ബാക്കി 41 നദികളും ഉത്ഭവിക്കുന്നത് മലനിരകളിലെ ചെറിയ ചെറിയ റിൽസ്, ചാനലുകൾ, ഡ്രെയിനേജുകൾ വഴിയാണ്. അത് ഫസ്റ്റ് ഓർഡർ 1ാം നിര ചാനലുകളെന്നും 2ാം നിര ചാനലുകളെന്നൊക്കെ പറയാം. അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല, അത് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് വരുമ്പോൾ കുത്തനെയുള്ള ആകൃതിയിലുള്ള ചാലുകളായിട്ടാണ് ഇത് ചാടി മലനാട്ടിൽ നിന്ന് താഴേക്ക് ചാടുന്നത്. ചെറിയ ചെറിയ തോടുകളായി ഉത്ഭവിച്ച് പല തോടുകളായിട്ട് വന്നിട്ടാണ് ഇടനാട്ടിലോട്ട് ചാടുമ്പോൾ ഇത് കുറച്ച് നദിയാവുന്നത്. മലനാട്ടിൽ നിന്നേ ഇപ്പോൾ പെരിയാറോ, പമ്പയാറോ, കിള്ളിയാറോ, ചാലിയാറോ, കരമനയോ എന്നെടുത്താൽ അങ്ങോട്ട് പോകുന്നതും വളരെ മണ്ടയിൽ നിന്ന് ഇതിൻ്റെ ഒറിജിനൽ വീതി മോളിൽ നിന്ന് വരുന്നില്ല. ചെറിയ ചെറിയ തോടുകൾ, ചാലുകൾ, നീരൊഴുക്കുകൾ വന്ന് പലയിടത്തും ജോയിൻ ചെയ്ത് വലുതായാണ് ഇത് വളരെ വലുതാവുന്നത്. അതാണ് എൻ്റെ ഒരു സിസ്റ്റം. റിവർ സിസ്റ്റം അങ്ങനെയാണ്, നദീവ്യവസ്ഥ അതാണ്. ഇതിൽ മലനാട് പ്രദേശത്ത്, ഉയർന്ന പ്രദേശങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആകൃതിയിലുള്ള മലകളിൽ നിന്ന് ചാടുന്നതാണ് പരമാവധി തോടുകളും ചാലുകളും ഡ്രെയിനേജുകളും. അവിടെ ഒരു കാരണവശാലും റൂം ഫോർ റിവർ പ്രായോഗികമല്ല. ഇടനാട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഭൂമിശാസ്ത്ര പ്രദേശത്തേക്ക് കയറുമ്പോൾ, ഞാൻ ഇടനാടെന്ന് പറയുന്നില്ല, അടുത്ത ഭൂമിശാസ്ത്ര പ്രദേശത്തേക്ക് കയറുമ്പോൾ നദി വളഞ്ഞും പുളഞ്ഞുമാണ് ഒഴുകുന്നത്. മിയാൻഡറിങ് എന്ന് പറയും ഭൂമിശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ മിയാൻഡറിങ് ആണ്. വളഞ്ഞും പുഴഞ്ഞും ഒക്കെ ഒഴുകുകയാണ്. ഈ വളഞ്ഞും പുളഞ്ഞുമൊക്കെ ഒഴുകുന്ന നദിയുടെ തീരങ്ങളിലാണ് വ്യാപകമായി ആളുകൾ താമസമുണ്ട്, നന്നായി കൃഷിയുണ്ട്, എല്ലാമുണ്ട്.
ഈ വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന നദിയുടെ ഏതെങ്കിലും ഭാഗത്ത് അഡീഷണലായി റൂം ഫോർ റിവർ എന്നുള്ള കൺസെപ്റ്റിൽ വെള്ളത്തിന് കയറി കിടക്കാനും ഇറക്കാനും സ്ഥലമുണ്ടാക്കിയാൽ നദി കോഴ്സിന് വ്യത്യാസം വരും. അപ്പം അവിടെയും അത് പ്രായോഗികമല്ല. ഇനി തീരപ്രദേശം എടുക്കാം. കുട്ടനാട് പോലുള്ള തീരപ്രദേശം, വേമ്പനാട് കായൽ, കുട്ടനാട് അല്ലെങ്കിൽ തണ്ണീർമുക്കം ബണ്ട് എന്നൊക്കെ പറയുന്ന തീരദേശം എടുക്കാം. അവിടേക്ക് ഒരുപാട് വെള്ളം കൊണ്ടുവന്നു വിചാരിക്കുക. ഈ മോളിൽ നിന്നൊക്കെ ഉള്ള വെള്ളത്തെ നമ്മൾ ഒന്നും കളയാതെ താഴെ കൊണ്ടുവന്നു വിചാരിക്കുക. കടലിൽ കളയുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി സെറ്റിൽമെന്റ് ഉള്ളത് കൊണ്ടും കൃഷിയൊക്കെ ഉള്ളത് കൊണ്ടും ഇങ്ങനെ വെള്ളം താഴേക്ക് കൊണ്ട് കടലിൽ കളയാനൊരു ശ്രമം നടത്തിയാൽ അതിന് കടൽ തീരത്തുള്ള കടലിലുള്ള വേലിയേറ്റം കൂടി നടക്കുന്ന ടൈഡൽ എഫക്റ്റ് കൂടി ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഒരു തുള്ളി വെള്ളവും കടലിലേക്ക് പോകില്ല. 2018 പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ്. ടൈഡൽ എഫക്റ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വശത്ത് മുകളിലെ വെള്ളം എല്ലാം കൂടി താഴെ കൊണ്ടുവരുന്നു. ടൈഡൽ എഫക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടെ വന്നു കഴിഞ്ഞാൽ വെള്ളം പോവില്ല. ടൈഡ് ഇറങ്ങുമ്പോഴേ, വേലിയേറ്റം ഇറങ്ങുമ്പോഴേ വെള്ളത്തിന് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ ഇതെവിടെയാണ് കയറ്റിയിടുക? വെള്ളം കയറ്റിയിടണമല്ലോ. അങ്ങനെ കയറ്റിയിടാൻ ശ്രമിക്കുമ്പോൾ ടൈഡൽ എഫക്റ്റ് കൂടി ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ കൊണ്ടൊരു കുട്ടനാട് പ്രദേശത്ത് കയറ്റുകയാണെങ്കിൽ അത് പ്രളയത്തിലാവും, വലിയ പ്രളയത്തിലാവും. സാധാരണ മഴ പെയ്യുമ്പോഴേ പ്രളയത്തിലാവുന്ന കുട്ടനാട് പ്രദേശങ്ങളിൽ എവിടെയാണ് ഇത് ഡൈവേർട്ട് ചെയ്ത് കയറ്റിയിടുന്നത്? അപ്പോൾ ഭൂമിശാസ്ത്രപരമായി കേരളത്തിൽ ഇത് പ്രായോഗികമല്ല, ജലശാസ്ത്രപരമായി പ്രായോഗികമല്ല. എന്താണ് കേരളത്തിലെ നദികളുടെ ആവാസ വ്യവസ്ഥ? ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് ചെറു തോടുകളുടെ, അതായത് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയാം നമുക്ക്, നദിയിലേക്ക് വെള്ളം കൊടുക്കുന്ന തോടുകൾ. നദിയിലെ വെള്ളം താഴെ ഭാഗത്തെത്തുമ്പോൾ കുളത്തിലേക്കും അല്ലെങ്കിൽ ചെറിയ തോട്ടിലേക്കൊക്കെ ചെറുതായിട്ട് പോകുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിനുള്ള ഡിസ്ട്രിബ്യൂട്ടറീസും ഉണ്ട്. അപ്പോൾ ട്രിബ്യൂട്ടറീസ് ഉണ്ട്, ശാഖകളുണ്ട്, ഡിസ്ട്രിബ്യൂട്ടറീസ് ഉണ്ട്. മഴക്കാലത്ത് നമ്മുടെ കുളങ്ങളിലും തോടുകളിലുമൊക്കെ മിക്കവാറും കുളങ്ങളുണ്ടെങ്കിൽ അതിനനുബന്ധമായി തോടുണ്ടായിരിക്കും. കുളത്തിൻ്റെ ഓവർഫ്ലോ പോകുന്നത് തോട്ടിലൂടെ ആയിരിക്കും. വയലുണ്ടെങ്കിൽ വയലിൻ്റെ അടുത്ത് തോട് കാണും. വയലിൽ വെള്ളം നിറയുമ്പോൾ അത് തോട്ടിലിറങ്ങും. തോട്ടിൽ വെള്ളം കൂടുമ്പോൾ അത് വയലിലിറങ്ങും. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്താണ് കേരളം കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഹൈഡ്രോളജിക്കലായിട്ടുള്ള ജലശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത. മൂന്നാമത്തെ പ്രത്യേകത സെറ്റിൽമെന്റ് ആണ്. ഇവിടെ സ്കാറ്റേർഡ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെന്റ് ആണ്. പലപ്പോഴും ലീനിയർ സെറ്റിൽമെന്റുമാണ്. അല്ലാതെ മറ്റ് സ്ഥലത്തുള്ളതുപോലെ, മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ, തമിഴ്നാട് പോലുള്ള മറ്റ് സ്റ്റേറ്റുള്ളതുപോലെ ക്ലസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ക്ലസ്റ്ററുകളിൽ ആളുകൾ താമസിക്കുന്നു, പിന്നെ ബാക്കി കൃഷിഭൂമിയും അല്ല മറ്റ് ആവശ്യത്തിനുള്ള ഭൂമിയും എന്നുള്ള ഒരു തരമല്ല. ഇവിടെ പറമ്പിൽ തന്നെയാണ് ആളുകൾ താമസിക്കുന്നത്, പാടത്തിൻ്റെ സൈഡിൽ തന്നെയാണ് താമസിക്കുന്നത്, നദിയുടെ സൈഡിൽ തന്നെയാണ് താമസിക്കുന്നത്, റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് താമസിക്കുന്നത്. വളരെ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ജീവിത രീതിയും കെട്ടിട രീതിയും സ്കാറ്റേർഡ് ആയിട്ടുള്ള കെട്ടിട നിർമ്മാണ രീതിയും ആയതുകൊണ്ട് ഇവിടെ കെട്ടിടങ്ങളുള്ള ഭൂമിയെന്നോ കെട്ടിടങ്ങളില്ലാത്ത ഭൂമിയെന്നോ വേർതിരിക്കാൻ പറ്റില്ല കേരളത്തെ. ഇത്ര ഭാഗം കെട്ടിടമില്ലാത്ത ഭൂമി അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഇല്ലാത്ത ഭൂമി, ഇത്ര ഭാഗം കൺസ്ട്രക്ഷൻ ഉള്ള ഭൂമി നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോടിക്കണക്കിന് ആളുകളെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത്, സെറ്റിൽമെന്റ് പാറ്റേൺ, ഇതെല്ലാം വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് സോഷ്യോളജിക്കലിയും ഹ്യൂമൻ ജിയോഗ്രഫി നോക്കിയാലും ഇത് പറ്റത്തില്ല. അപ്പോൾ ഫിസിക്കൽ ജിയോഗ്രഫി നോക്കിയാൽ പറ്റത്തില്ല, ജിയോളജി നോക്കിയാൽ പറ്റത്തില്ല, ഹൈഡ്രോളജി നോക്കിയാൽ പറ്റത്തില്ല, ജിയോമാർഫോളജി നോക്കിയാൽ പറ്റത്തില്ല. ഇതെല്ലാം ശാസ്ത്ര ടേമുകളാണ്. ഇതൊന്നും നോക്കിയാൽ പറ്റത്തില്ല. ഹ്യൂമൻ ജിയോഗ്രഫി നോക്കിയാലും പറ്റത്തില്ല. പിന്നെ പറ്റുന്നത് എന്താണ്? നിരവധി വർഷങ്ങളായി തോടുകളിലും പുഴകളിലും കുളങ്ങളിലുമൊക്കെ കുറേ സിൽട്ട് അടിഞ്ഞിട്ടുണ്ട്. അത് കുറച്ചൊക്കെ മാറ്റി, ഒരുപാട് അല്ലാത്ത ആഴത്തിലൊന്നും കൊണ്ടുപോകരുത്, അതിന് വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും.
അതൊരു മിതമായ തലത്തിൽ മാറ്റി ഇതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറച്ച് വർദ്ധിപ്പിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ചോദ്യം. 2, നികന്നു പോയ തോടുകളെ നമുക്ക് റിജുവിനേറ്റ് ചെയ്യാൻ പറ്റുമോ? പരമാവധി വയലിനെ തിരിച്ചു പിടിച്ച് നിലനിർത്താൻ പറ്റുമോ? വയലാക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ വയലാക്കാൻ പറ്റുമോ? വയലിനോടനുബന്ധിച്ച് തോടുകൾ നമുക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റുമോ? കുളങ്ങൾ റിനോവേറ്റ് ചെയ്യാൻ പറ്റുമോ? കുളത്തിനടുത്തുള്ള തോടുകൾ റിനോവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓരോ നദീതടത്തിനും നദീതട പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള ലാൻഡ് ആൻഡ് വാട്ടർ ബയോമാസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ? ഓരോ മൈക്രോ വാട്ടർ ഷെഡിനും സൂക്ഷ്മ നീർത്തടത്തിനും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശം മനസ്സിലാക്കി അവിടെ സമഗ്രമായിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ലാൻഡ് വാട്ടർ ബയോമാസിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ മൈക്രോ ലെവലിൽ ഇതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് പറ്റുന്നതാണ്. മൈക്രോ ലെവലിൽ സൂക്ഷ്മ നീർത്തടങ്ങളെ കണക്കാക്കി, കുറച്ചുകൂടെ മാക്രോ ലെവലിൽ വരുമ്പോൾ ഉപനീർത്തടങ്ങളെ കണക്കാക്കി, ലഘു നീർത്തടങ്ങളെ കണക്കാക്കി, അതായത് മൈക്രോ വാട്ടർ ഷെഡ്, മിനി വാട്ടർ ഷെഡ്, സബ് വാട്ടർ ഷെഡ്, ഇതാണ് കൺസെപ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് മാക്രോ വാട്ടർ ഷെഡായ നീർത്തടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയധികം കാച്ച്മെൻറ്റ് ഏരിയ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വെള്ളത്തെ പരമാവധി മണ്ണിലേക്ക് ഇറക്കി വെള്ളത്തിന് നിൽക്കാൻ കഴിയുന്ന അവസരങ്ങൾ പരമാവധി കൊടുത്ത് കുളത്തിലും തോട്ടിലുമൊക്കെ പരമാവധി വെള്ളം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കി വെള്ളത്തിന് അവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കി. അതും കുറച്ചേ ആവാവും, ഒരുപാടായ ഫ്ലഡ് ഉണ്ടാക്കും. അധിക വരുന്ന ജലം മാത്രം നദികളിലെത്തുമ്പോൾ അവിടെ അത് വഹിക്കാനുള്ള ക്യാരിയിങ് കപ്പാസിറ്റി എത്രയുണ്ടെന്ന് നോക്കി അത് ക്ലിയർ ചെയ്ത് ഫ്ലഡ് കൺട്രോൾ ചെയ്യാം എന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായ മാർഗം. പക്ഷെ ഇത് പറയാൻ വാഗൊണ്ടിങ്ങനെ പറയാൻ എളുപ്പമാണ്. അത്ര വലിയ അപ്രായോഗികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എടുക്കുന്ന സിൽറ്റ് മുഴുവൻ എവിടെ കൊണ്ടിടും? മണലാണെങ്കിൽ വിൽക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ സർവേ നടക്കണം. ഒരുപാട് പഠനങ്ങളും സർവേകളും വലിയ ഹിമാലയൻ ടാസ്ക്കാണ് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ഹിമാലയൻ ടാസ്കൊക്കെ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുമ്പോഴാണ് അതിനെ ഓവർടേക്ക് ചെയ്യുന്ന മഴ വന്നാൽ ഈ ചെയ്തതെല്ലാം വെള്ളത്തിലാവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡായ വിഷയമാണ്. ഇത്രയും സങ്കീർണമായൊരു വിഷയത്തെ നെതർലാൻഡ്സിൽ പോയി വെറുതെ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് മദ്രാസ് IIT നിന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ട് DPR അല്ല, ഒരു ചെറിയ ഒരു റെക്കമെൻഡേറ്ററി ലെവലിലുള്ള റിപ്പോർട്ടാണ്. റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, എൻ്റെ കയ്യിൽ ലഭ്യമാണ്. അങ്ങനെയുള്ള റിപ്പോർട്ടും വെച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് മലയാളി വീണ്ടും മൂഢന്മാരുടെ സ്വർഗത്തിലാണ്, പൊട്ടന്മാരുടെ ലോകത്താണ്. ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ ഇരിക്കും. അതുകൊണ്ട് റൂം ഫോർ റിവർ എന്ന കൺസെപ്റ്റൊക്കെ ഉപേക്ഷിച്ചേക്കുക. കേരളത്തിൽ വളരെ കൃത്യമായി കാട് മുതൽ തീരപ്രദേശമുള്ള പ്രദേശങ്ങളിലെ ഓരോ സ്ഥലത്തെയും അഗ്രോ എക്കണോമിക് ക്ലൈമാറ്റ് സോണുകൾ, അതായത് കാർഷിക കാലാവസ്ഥ മേഖലകളായി മനസ്സിലാക്കി അവിടത്തേക്കുള്ള റിസ്ക് റിഡക്ഷനുള്ള, അവിടെ വരാവുന്ന ദുരന്തങ്ങളെ റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള പരിഹാരം നോക്കുകയും കേരളത്തിലെ ഹൈഡ്രോളജിയും ജിയോളജിയും ജിയോഗ്രഫിയും വളരെ പ്രധാനമായി മനസ്സിലാക്കി ഉള്ള ജലശാസ്ത്രവും അതുപോലെ തന്നെ ഭൗമശാസ്ത്രവും പരിഗണിച്ചുകൊണ്ടുള്ള കൃത്യമായ മാനേജ്മെൻറ്റ് നടത്താതെ കേരളത്തിൽ ഫ്ലഡ് കൺട്രോൾ ചെയ്യുക എളുപ്പമല്ല. അതിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ റൂം ഫോർ റിവർ പോലുള്ള പദ്ധതികൾ ഒരു കാരണവശാലും അത് പ്രായോഗികമല്ല. അതുകൊണ്ട് കേരളത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ 2 വട്ടം ആലോചിക്കുക. കേരളത്തിനൊരു അസുഖമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടൻ ബോംബെ IIT, മദ്രാസ് IIT, ഈ നാട്ടിലോ ഈ സമൂഹത്തിലോ ഒന്നും ഒരു പൊട്ടന്മാരും പിന്നെ ഒന്നുമില്ല. അവരെല്ലാം ഉള്ളവർ കുറച്ച് പേരുണ്ട് ഇവിടെ, അവരെല്ലാം പൊട്ടന്മാരും കുഴപ്പക്കാരുമാണ്. ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ട് നമുക്ക് വിദഗ്ധ പഠനം എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളമായി പണം കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ ചില മറ്റ് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ ആ ഡാറ്റ ഇവിടെ ഇപ്പോൾ തൽക്കാലം ഓപ്പൺ ചെയ്യുന്നില്ല.